വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ലേൺ എക്കണോമിയ മലയാളത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മാക്രോ എക്കണോമിക്സ് ആണ്. കാരണം മാക്രോ എക്കണോമിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു തിയറിയാണ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യമേ തന്നെ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഈ തിയറിയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ പോകുന്നത് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫറെന്റ് മോട്ടീവ്സിനെ പറ്റിയിട്ടാണ്. ഇതേ വഴി നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയതിനു ശേഷം ഈ തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലിമിറ്റേഷൻസ് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ ഫൈനലി ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൂവിങ് ടു ദ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ കുറച്ചെടുത്ത് സ്പെൻഡ് ചെയ്യും, കുറച്ച് നമ്മൾ സേവ് ചെയ്യും, അല്ലെ? അപ്പോ നമ്മൾ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ മനസ്സിലാക്കും. എന്താണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഗോൾഡോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗോൾഡിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബോൺസിലോ ഷെയറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റിനെ എത്ര വേഗമാണ്, എത്ര പെട്ടെന്നാണ്, എത്ര എളുപ്പത്തിലാണ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മുടെ കയ്യിൽ ഉള്ള ഈ അസറ്റിനെയൊക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ ആവശ്യങ്ങളൊക്കെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാണ് ആര്? നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ്, നമ്മുടെ ഫേമസ് കെയ്ൻസ്. ഓക്കെ, നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s ഒക്കെ വന്നപ്പോൾ കെയ്ൻസ് ആണ് നമുക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ട് നമ്മുടെ ഇക്കോണമി, വേൾഡ് ഇക്കോണമി ആ ഒരു റെസഷനറി ഫേസ്, റെസഷൻ അല്ല ആക്ച്വലി ഒരു എക്സ്ട്രീം റെസഷൻ ആണ്, ഒരു ഡിപ്രഷണറി ഫേസിൽ നിന്ന് നമ്മളെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നെ. കെയ്ൻസ് എന്താ പറഞ്ഞ? ഗവൺമെന്റ് ആക്റ്റീവായിട്ട് ഇന്റർവീൻ ചെയ്യണം, ഫിസ്ക്കൽ പോളിസിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ കെയ്ൻസ് ഇതൊക്കെ പറഞ്ഞത് ഏതിലാണ്? അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് പബ്ലിഷ് ചെയ്തത് 1936 അല്ലെ? അപ്പോ ഇതേ സെയിം ബുക്കിലാണ് കെയ്ൻസ് നമ്മുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിനെ പറ്റിയിട്ടും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും ആ ഒരു ഇൻട്രൊഡക്ഷനറി ആസ്പെക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കെയ്ൻസിന്റെ റോളും എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളതിന്റെ അർത്ഥം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പതിയെ കോണ്ടെക്സ്റ്റിലേക്ക് പോകാം. അപ്പോ നമ്മൾ ആൾക്കാര് നമുക്കൊരു കാശ് കയ്യിൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോഴും കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ ATM കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ UPI വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻ മോസ്റ്റ്ലി നടത്തുന്നത്. ബട്ട് സ്റ്റിൽ ചില അവസരങ്ങളിൽ നമുക്ക് ക്യാഷ് തന്നെ കയ്യിൽ വേണം, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് കയ്യിൽ വെക്കുന്നത്? മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ചിലർ വന്നിട്ട് പറയും, ഞാനൊരു 100 രൂപ നിങ്ങൾക്ക് GPay ചെയ്ത് തരാം, എനിക്കൊരു 100 രൂപ ഫിസിക്കൽ കറൻസി നോട്ടായിട്ട് എനിക്ക് തരാവോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് വെക്കണം. പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ കെയ്ൻസ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഈ കെയ്ൻസിന്റെ ഈ ഒരു തിയറി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 1936 ബുക്കിലാണ് പബ്ലിഷ് ചെയ്തത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ UPI പറ്റിയിട്ടൊന്നും ചിന്തിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥാന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, കെയ്ൻസ് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം ടെക്നോളജി അന്ന് അത്ര കണ്ട് വളർന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നിങ്ങൾ ചിന്തിക്കാം. അപ്പം ഈ UPIയും അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒന്നും അത്ര കണ്ട് ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ, അങ്ങനെ ഒരു സെറ്റിംഗിലാണ് കെയ്ൻസിന്റെ ഈ ഒരു ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷന്റെ ഉള്ളിൽ തന്നെയാണ് കെയ്ൻസ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. അതൊക്കെ നിങ്ങൾ ആദ്യം കൊണ്ടുവന്നിട്ട് വേണം ഈ തിയറി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ കെയ്ൻസ് പറയുന്നതാണ് ആൾക്കാർക്ക്
അവരുടെ കയ്യിൽ ക്യാഷ് വെക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. കാര്യം എന്താണ്, നമുക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നടത്താനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഷോപ്പിൽ ചെന്നിട്ട് കടക്കാരനോട് പറയാണ് എനിക്ക് ആ സാധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാരന് തരത്തില്ല അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പനി പിടിക്കാം, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? അത് വലിയൊരു കഷ്ടപ്പാടല്ലേ. അപ്പോ നമ്മുടെ കെയ്ൻസ് ഇതിനൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അദ്ദേഹം ഒരു അസംഷൻ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അസംഷൻ ഇതാണ്: പീപ്പിൾ ഹോൾഡ് അസെറ്റ്സ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ബോണ്ട്സ്. ഒന്നുകിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട്, ലിക്വിഡ് മണി ആയിട്ട്, പൈസ ആയിട്ട് തന്നെ, കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ് ആയിട്ട് കയ്യിൽ പൈസ വെക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് അവർ ഒരു രീതിയിൽ അവരുടെ അസറ്റ് സൂക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് മാർഗം മാത്രമേ കെയ്ൻസ് ഇവിടെ പറയുന്നുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള സേവിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും തന്നെ കെയ്ൻസ് ഇവിടെ പറയുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഈ ഒരു സെറ്റിംഗിലാണ് കെയ്ൻസ് അദ്ദേഹത്തിന്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി കെയ്ൻസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതെങ്ങനെയാണ് മണി മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നും കൂടെ കെയ്ൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വേറൊരു പേരിൽ വിളിക്കാം, പ്രൈസ് ഓഫ് മണി. അപ്പൊ നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ, ഗുഡ്സ് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ. കാശ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമോഡിറ്റി. ആ സാധനത്തിന്റെ വിലയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ പൈസയ്ക്ക് ഉണ്ട് ഒരു വില. സോ വി കോൾ ഇറ്റ് as വാല്യൂ ഓഫ് മണി. ഈ വാല്യൂ ഓഫ് മണിയെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേറൊരു ടേമും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പൈസയുടെ പ്രൈസിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കമോഡിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് മാർക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡും സപ്ലൈയും ഒരുമിച്ച് വന്നിട്ടാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതും ആരൊക്കെയാണ്? ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണി. ഓക്കെ, ഇവർ രണ്ടും ഒരുമിച്ച് വന്നിട്ടാണ് ഈ മണി മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി വേറെ കാര്യം കൂടെ പറയട്ടെ. കെയ്ൻസ് പറയുന്നുണ്ട് നമ്മൾ ഈ പൈസ ഉപയോഗിക്കുന്നതിന് പിന്നിൽ കുറെ ആവശ്യങ്ങളുണ്ട്. കെയ്ൻസ് ഇവിടെ 3 മോട്ടീവ്സിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. 3 മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 നീഡ്സ്. ആൾക്കാർ കാശ് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടും ഈ 3 നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ ഈ 3 നീഡ്സ് എന്തൊക്കെയാണ്, ഈ 3 മോട്ടീവ്സ് എന്തൊക്കെയാണ് എന്നും കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ മോട്ടീവിനെയാണ് കെയ്ൻസ് വിളിക്കുന്നത് ട്രാൻസാക്ഷൻസ് മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്താണ്? ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് നമ്മുടെ എവറിഡേ എക്സ്പെൻസസിനെ പറ്റി പറയുകയാണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവ്. അതായത് നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾ നടത്താനായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന കാശ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കണം, അതിന് പൈസ വേണം. നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് പൈസ കൊടുക്കണം. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ആ ഒരു കാശിനെയാണ് നമ്മളിവിടെ ട്രാൻസാക്ഷൻ മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് പ്രിക്കോഷണറി മോട്ടീവ്. അപ്പൊ എന്താണ് ഈ പ്രിക്കോഷണറി മോട്ടീവ്? പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പനി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ നമുക്ക് നല്ലൊരു ബില്ല് ചിലവാകും. നമുക്ക് നല്ലൊരു ബില്ല് തരും. അത് നമ്മളവിടെ അത്രയും കാശ് നമ്മൾ അവിടെ അടയ്ക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്, പൈസ പോവുകയാണ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ആണ്. അഗൈൻ, പെട്ടെന്ന് നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്ത് പറ്റുന്നു? ബൈക്ക് ഓടിച്ചു പോകുന്നു, ആക്സിഡന്റ് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അഗൈൻ അവിടെ നമുക്ക് ഒരു എക്സ്പെൻസ് ചെലവാവുകയാണ്. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. നമുക്ക് പനി വരുമെന്നോ, നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നു. ഈ ആക്സിഡന്റ് ഒന്നും ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ, റൈറ്റ്? അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, ഒരു സ്പെൻഡിങ് നീഡ് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ സ്പെൻഡിങ് നീഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം, ആൾക്കാർ ജീവിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിസ്കി സിറ്റുവേഷൻ ആണ്. റിസ്കി സിറ്റുവേഷൻ ആണ്. കാര്യം എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. നമുക്ക് ഒരിക്കലും 100% ആക്യുറസിയോടെ പ്രെഡിക്റ്റ് ചെയ്യാണെങ്കിൽ പറ്റാത്ത ഒരു ആസ്പെക്ട് ആണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം റിസ്ക് ഉണ്ട്, നമ്മുടെ ലൈഫിൽ റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
എങ്ങാനും ഒരു ആക്സിഡന്റ് വന്നാലോ എങ്ങാനും എനിക്ക് പനി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൈസ ഞാൻ സേവ് ചെയ്ത് വെക്കും, എങ്ങാനും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ എടുത്ത് ചെലവഴിക്കാമല്ലോ ആ സമയത്ത്. അപ്പൊ ഇതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പൊ എന്താണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആൾക്കാർ അവരുടെ അസറ്റ് കീപ്പ് ചെയ്യുന്നത് എയ്തർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ എൽസ് ഇൻ ദ ഫോം ഓഫ് ബോണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തിനാണ് ആൾക്കാർ ബോണ്ട് മേടിക്കുന്നത്? ഡെഫിനറ്റ്ലി ആൾക്കാർ ബോണ്ട് മേടിക്കുന്നത് അവരുടെ ഇന്റൻഷൻ ഇസ് ടു ഗെറ്റ് പ്രോഫിറ്റ്. അവർക്ക് പ്രോഫിറ്റ് വേണം അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ആൾക്കാർ മെയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസ്, ബോണ്ട് മേടിക്കുമ്പോൾ എത്ര പൈസയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, അതാണ് പർച്ചേസ് പ്രൈസ്. അടുത്തതാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ്, ഇത് വിൽക്കുമ്പോൾ എന്തോരം പൈസയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? സാധനം മേടിക്കുന്നു, ബോണ്ട് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ആൾക്കാർ ഇത് വിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ചിന്തിക്കും, ഞാൻ ഇത് ഇന്നിപ്പം വിൽക്കുന്നതാണോ അതോ നാളെ വിൽക്കുന്നതാണോ എനിക്ക് ലാഭം, അല്ലെ? ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇന്ന് വിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് നാളത്തെ പറ്റി. നാളെ ഈ ബോണ്ടിന്റെ പ്രൈസ് എന്തായിരിക്കും എന്നൊന്ന് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ എക്സ്പെക്ടേഷനുമായിട്ട് ഇന്നത്തെ പ്രൈസ് കമ്പയർ ചെയ്തിട്ടാണ് ഇന്ന് ഈ ബോണ്ട് വിൽക്കണോ വേണ്ടയോ എന്ന് ആൾക്കാർ തീരുമാനിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഒരു സെനാറിയോയിൽ നമ്മൾ ക്യാഷ് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. കാരണം എന്തായാലും ബോണ്ട് മേടിക്കാൻ പൈസ കൊടുക്കണം, ബോണ്ട് വിൽക്കുമ്പോൾ പൈസയാണ് കിട്ടുന്നത്. സോ ഓൾ ദീസ് ആർ സംതിങ് വിച്ച് ആർ കണക്റ്റഡ്. ഇവിടെ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, ആന്റിസിപ്പേറ്റഡ് പ്രൈസ്. പ്രൈസിന് എങ്ങനെയാണ് മാറ്റം വരുന്നത് നാളെ എന്നുള്ള ഒരു എക്സ്പെക്ടേഷനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണം? പൈസ വേണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ മോട്ടീവ്സ് തന്നെ എല്ലാം നമുക്ക് കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷണറി മോട്ടീവ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് കാശ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ എല്ലാ പർച്ചേസും ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പർച്ചേസിന് വേണ്ടി ചെലവഴിക്കുന്ന കാശും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഫോർ ദ സെയിം റീസൺ വി കൻ സേ ദാറ്റ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് മണീനെയാണ് നമ്മൾ ഇവിടെ എംഫസിസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ യു ആർ ഗെറ്റിംഗ് ദി ഗുഡ്, റൈറ്റ്? അപ്പോ എന്താണ് ഒരു മണി ഒരു എക്സ്ചേഞ്ച് മീഡിയം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ്. എക്സ്ചേഞ്ച് മീഡിയം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ കെയ്ൻസ് പറയുന്നതനുസരിച്ച് ആൾക്കാർക്ക് സാധാരണഗതിയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നു, അല്ലെ? സോ ഹി സേസ് ദാറ്റ് whenever income of the people is high, എന്ത് പറ്റുന്നു? അവരുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡും കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഇൻകം കമ്മിങ് ലോ? ഇൻകം കുറയുമ്പോൾ അവരുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കുറഞ്ഞു പോകും. കാരണം അവരുടെ കയ്യിൽ കാശില്ല, അല്ലെ? അപ്പൊ അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പൈസ കുറച്ചല്ലേ കയ്യിലുള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അവർ ഡിമാൻഡ് ചെയ്യുന്നു, അവരുടെ ഡിമാൻഡ് അവിടെ കൂടുന്നു എന്നുള്ളതാണ് അർത്ഥം. ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുന്നു, ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് കൂടുന്നു. ഇവിടെ ഇൻകം കുറയപ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഇതാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പോ കെയ്ൻസ് നമ്മളെ ട്രാൻസാക്ഷൻ മോട്ടീവ് ഹോൾഡിംഗ് മണീനെ LT എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. LT, T stands for ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ, ഇൻകത്തിനെ Y എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇൻകത്തിനെ എന്താണ് റെപ്രസെന്റ് ചെയ്തത്? Y. അപ്പൊ കെയ്ൻസ് പറയാണ് LT ഈസ് എ ഫംഗ്ഷൻ ഓഫ് Y. അതായത് ഇൻകം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ ആണ്. ഇൻകത്തിൽ വരുന്ന മാറ്റം അനുസരിച്ച് ട്രാൻസാക്ഷൻ ഡിമാൻഡിൽ മാറ്റം വരും. ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടും, ഇൻകം കുറയുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് കുറയും എന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. ഓക്കെ, ഇനി കെയ്ൻസ് വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഇൻകം ഡെഫിനറ്റ്ലി ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്, ഘടകമാണ്. പക്ഷെ വാട്ട് അബൌട്ട് ഇൻട്രസ്റ്റ് റേറ്റ്? ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? അതറിയാനായിട്ട് കെയ്ൻസ് എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഓഫ് മണി
എക്സ് ആക്സിസിലും ഇൻട്രസ്റ്റ് റേറ്റിനെ വൈ ആക്സിസിലും എടുത്ത് നോക്കിയപ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡിന്റെ കേസാണ് കെയ്ൻസ് ഇവിടെ നോക്കുന്നത്. അപ്പൊ കെയ്ൻസ് പറയാൻ പറ്റുന്നത് ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റി നമുക്കറിയാം സിറ്റുവേഷൻ വേറെയാണ്. അപ്പൊ കെയ്ൻസ് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് റേറ്റ് R1 ആയാലും R2 ആയിട്ട് ഇൻക്രീസ് ചെയ്താലും നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി R2 ആകുമ്പോൾ നമ്മുടെ ഡിമാൻഡ് ഇത്രയായിരിക്കും, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇത്രയായിരിക്കും. R1 ആകുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇത്രയായിരിക്കും. അപ്പൊ രണ്ടായാലും നോക്കിക്കേ, ഇതാണ് Q0 തന്നെ നിൽക്കും. എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് മണി. അപ്പോ പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ് എന്ത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണി. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര തന്നെ മാറ്റം ഉണ്ടായാലും, അത് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്താലും താഴോട്ട് ഡിക്രീസ് ചെയ്താലും നമ്മുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ഇൻകത്തിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് ഇരിക്കുക, ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇൻകത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ കെയ്ൻസ് പറയുന്നത്. ഇനി നമുക്ക് പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണീനെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. ഈ അൺസർട്ടൺ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ എന്ത് വേണോ എപ്പോൾ വേണോ സംഭവിക്കാം. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഓക്കെ ഞാൻ കുറച്ച് പൈസ മാറ്റിവെക്കാം, എങ്ങാനും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പൈസ മാറ്റിവെക്കും. അപ്പൊ ഇതും കെയ്ൻസ് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻകം കൂടുതലാണെങ്കിൽ പ്രിക്കോഷണറി മോട്ടീവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന മണിയും അതും കൂടുതലായിരിക്കും. പ്രിക്കോഷണറി മോട്ടീവിന് വേണ്ടി മാറ്റിവെക്കുന്ന മണിയും കൂടുതലായിരിക്കും. ആൻഡ് ഇൻകം കുറവാണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ്. ഇൻകം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നാളത്തേക്ക് വേണ്ടി എനിക്ക് മാറ്റിവെക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. സോ പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് മണി ഇൻകം കുറവാണെങ്കിൽ കുറവായിരിക്കും. ഓക്കെ, സോ LP എന്നിവിടെ പറയുന്നത് പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി ആൻഡ് Y മീൻസ് ഇൻകം. LP എന്ന് പറയുന്നതും ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നാണ് ആര് പറയുന്നത്, കെയ്ൻസ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കണ്ടു മാറിയാലും കെയ്ൻസ് പറയാണ് ഒരു കാരണവശാലും നമ്മുടെ പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി അത് തൊട്ടുപോലും നോക്കത്തില്ല, അത് ഇൻഫ്ലുവൻസ് ചെയ്യത്തേയില്ല. സോ ക്വാണ്ടിറ്റി ഓഫ് മണി നമുക്ക് എക്സ് ആക്സിസിലും ഇൻട്രസ്റ്റ് റേറ്റിനെ വൈ ആക്സിസിലും എടുക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് R1 ആവുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ ഒരു പോയിന്റിലാണ് എത്തുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് R2 ആവുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുന്നു. സോ രണ്ടായാലും ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് Q0 ആണ്. ഓക്കെ, സോ again കെയ്ൻസ് പറയാണ് പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ യുവർ ഇൻകം. നിങ്ങൾക്ക് ഇൻകം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഇൻകം കുറച്ചുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ബട്ട് whatever is the interest rate in the market, അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തേയില്ല. നിങ്ങൾ അതിനെപ്പറ്റി ബോധേർഡ് ആവേണ്ട ഒരാവശ്യമല്ല. ബിക്കോസ് നിങ്ങൾ ഇൻകത്തെ മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഇസ് വാട്ട് യു ആർ ഡൂയിങ് എന്ന് കെയ്ൻസ് പറയുന്നു. ബട്ട് ഇൻ റിയാലിറ്റി നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് അല്ലെ. ഇനി കെയ്ൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷണറി ഡിമാൻഡും പ്രിക്കോഷണറി ഡിമാൻഡും രണ്ടും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ കൂടി, അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി പർച്ചേസിനും പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി എന്ന് പറയുന്നത് നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന അൺഫോർസൺ കണ്ടിജൻസീസിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടും എന്താണ്, ഫങ്ഷൻ ഓഫ് ഇൻകം ആണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക്കുമാണ്. ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക്കുമാണ്. അതുകൊണ്ട് കെയ്ൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും കൂടെ കെയ്ൻസ് ആഡ് ചെയ്തു. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണീനെയും പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണീനെയും കൂടെ ആഡ് ചെയ്തിട്ട് കെയ്ൻസ് L1 എന്നതിനെ വിളിച്ചു. ഓക്കെ, കെയ്ൻസ് അപ്പൊ പറഞ്ഞു L1ന് ഇതേ പ്രോപ്പർട്ടീസ് തന്നെ ഉണ്ട്. ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്, ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക്കും ആണ്. നോക്കിക്കേ, ഈ കർവ് L1 എന്ന് പറയുന്ന കർവ് ഇതും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര മാറിയാലും I0 ആയാലും I1 ആയാലും I2 ആയാലും നമ്മുടെ L1 എന്ന് പറയുന്ന കർവ് എന്താണ്, ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരിക്കും, ഒരു മാറ്റമില്ല. ഇനി നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവിലേക്ക് പോവാണ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് മോട്ടീവിലേക്ക് പോകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് ബോണ്ടിനെയാണ്.
അപ്പൊ ബോണ്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് മേടിക്കുന്നത്? എന്തിനാണ് ഇത് വിൽക്കുന്നത്? ബിക്കോസ് നമുക്കൊരു ഗെയിൻ വേണം, ഒരു പ്രോഫിറ്റ് വേണം. വി നീഡ് പ്രോഫിറ്റ്. അപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡെറ്റ് സെക്യൂരിറ്റി നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വലിയൊരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവ് കൊണ്ട് നമ്മൾ മെയിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ കെയ്ൻസ് ഇവിടെ പറയുന്നുണ്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവിൽ നമ്മൾ മെയിൻ ആയിട്ടും ആൾക്കാരുടെ ആന്റിസിപ്പേഷന് പ്രാധാന്യം കൊടുക്കണം, ആൾക്കാരുടെ എക്സ്പെക്ടേഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഇന്ന് എന്തിനാണ് വൈ ആർ യു ബൈങ് ബോണ്ട് ടുഡേ? ഇന്ന് നമ്മൾ ബോണ്ട് മേടിക്കുന്നു, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെല് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ സെല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് പ്രോഫിറ്റ് വേണം. വി എക്സ്പെക്ട് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ സെല് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു സാധനം കൂടെ തരുന്നുണ്ട്. അതെന്താണ് ഈ ബോണ്ട് തരുന്നത്? ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ബോണ്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നും. കുറച്ച് ഇൻട്രസ്റ്റ് മാത്രമേ ബോണ്ട് തരുന്നുള്ളെങ്കിൽ നമുക്ക് ഈ ഒരു ബോണ്ട് പ്രോഫിറ്റബിൾ അല്ല എന്ന് തോന്നും. ഓക്കെ, അപ്പൊ ഈ ഒരു ആസ്പെക്റ്റും കൂടെ നിങ്ങൾ എടുക്കണം. കാരണം നമ്മളിപ്പോ പൈസ FD യിൽ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് FD യിൽ ഇടാനുള്ള ടെൻഡൻസി കൂടും. കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുവാണ്. കുറച്ച് ഇൻട്രസ്റ്റ് മാത്രമേ FD യിൽ ഇട്ടാൽ പൈസ കിട്ടുള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ, വൈ ഷുഡ് ഐ കീപ് ഓൾ മൈ മണി ഇൻ ദ ഫോം ഓഫ് FD? എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ? എന്തിനാ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, എന്തിനാ ഞാൻ എന്റെ പൈസ എല്ലാം കൂടെ FD കൊണ്ടിടുന്നത് എന്ന് തോന്നത്തില്ലേ? സോ സെയിം ലോജിക്ക് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ബോണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ആൻഡ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ കുറയും. സോ അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണിയിൽ നമ്മൾ പറയണം ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഡെഫിനറ്റ് ആയിട്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോ നമ്മുടെ കെയ്ൻസ് ഇവിടെ പറയുകയാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഹോൾഡിംഗ് മണി, പൈസയായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുന്ന ആ ഒരു സെനാറിയോവും ഇൻട്രസ്റ്റ് റേറ്റ് സെനാറിയോയും കൂടെ കമ്പയർ ചെയ്യാം. കാശ് നിങ്ങൾക്ക് കൂടുതൽ കയ്യിലുള്ള ഒരു കോണ്ടെക്സ്റ്റും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വരുന്ന ഒരു കോണ്ടെക്സ്റ്റും, ഇത് രണ്ടുമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അതിനായിട്ട് ക്വാണ്ടിറ്റി ഓഫ് മണിയെ X ആക്സിസിലും ഇൻട്രസ്റ്റ് റേറ്റിനെ Y ആക്സിസിലും എടുക്കുക. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് റേറ്റ് R1 എന്ന നിലയിൽ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാ എന്റെ കയ്യിൽ കുറെ പൈസയായിട്ട് ഞാൻ വെച്ചേക്കുന്ന, ആ പൈസയും കൂടെ കൊടുത്ത് എനിക്ക് ബോണ്ട് മേടിച്ചൂടെ? അപ്പൊ നമ്മള് ഇത്ര മാത്രമേ പൈസയായിട്ട് കയ്യിൽ വെക്കത്തുള്ളൂ, ബാക്കി എന്ത് ചെയ്യുന്നു? ബോണ്ട് മേടിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കാം, R2 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ബോണ്ട് മേടിക്കുന്നത്, എന്റെ കയ്യിൽ പൈസ ഇരുന്ന് എനിക്ക് സ്പെൻഡ് ചെയ്തൂടെ? അപ്പൊ നിങ്ങൾ ഇത്രയും പൈസ കയ്യിൽ വെക്കും. കാരണം മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നിങ്ങൾ കുറച്ച് പൈസ മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കി പൈസക്ക് ബോണ്ട് മേടിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിന്റെ കേസിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞാൻ വെറുതെ പോയി എന്റെ പൈസ എല്ലാം കൂടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ പൈസ എന്റെ കയ്യിൽ ഇരുന്നാൽ എനിക്ക് ചെലവഴിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും കാശ് കയ്യിൽ വെച്ചേക്കും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിൽ കൂടിയാൽ ഇത്ര പൈസ മാത്രം കയ്യിൽ വെച്ചേക്കും, ബാക്കി പൈസക്ക് ബോണ്ട് മേടിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് കയ്യിൽ വെച്ചേക്കും, കുറച്ച് മാത്രമേ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കുക. ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഹോൾഡിംഗ് മണി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്. അതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കാണാൻ പറ്റുക. അപ്പൊ R1 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ ഈ ഒരു കർവ് എന്ന് പറയുന്നത് A ആണ്. R2 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ ഈ ഒരു കർവ് എന്ന് പറയുന്നത് B ആണ്. അപ്പൊ താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കറസ്പോണ്ടിങ് ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മണി, നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വെച്ചേക്കുന്ന പൈസ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ പറയുന്നു,
ഇൻട്രസ്റ്റ് റേറ്റ് R1 ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കാശ് മാത്രമേ കയ്യിൽ വെക്കത്തുള്ളൂ, ബാക്കി എല്ലാം കൂടെ കൊണ്ട് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് R2 ആയിട്ട് കുറഞ്ഞു വരുമ്പോഴേക്കും കൂടുതൽ കാശ് നമ്മൾ കയ്യിൽ വെച്ചേക്കുന്നു, വളരെ കുറച്ച് പൈസ മാത്രമേ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അത്രയും. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ ഒരു 2 കാര്യങ്ങൾ എടുക്കുക, ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും. ഇത് തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുന്ന ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ വരുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇപ്പോഴത്തെ പ്രസന്റ് സെനാറിയോയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന സെനാറിയോയിൽ ലോ ഇൻട്രസ്റ്റ് ബോണ്ട്സ് ആണ് ഉള്ളത്. ലോ ഇൻട്രസ്റ്റ്. അപ്പൊ ലോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞു കിടക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പോഴാണ് ഗവൺമെന്റ് വിചാരിക്കുക, ഓക്കെ ആൾക്കാർ ബോണ്ട് ഒന്നും അധികം വാങ്ങുന്നില്ലല്ലോ, ബിക്കോസ് ഇൻട്രസ്റ്റ് ലോ ആയതുകൊണ്ട് ആൾക്കാർക്ക് ബോണ്ട് വാങ്ങാൻ താല്പര്യമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ബോണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ വിചാരിക്കുമ്പോൾ കുറച്ച് ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് നെക്സ്റ്റ് പീരീഡിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് വാങ്ങാനായിരിക്കും എല്ലാവർക്കും താല്പര്യം, അല്ലെ? കാരണം എനിക്ക് പ്രോഫിറ്റ് ഒരുപാട് കിട്ടും, അപ്പൊ എല്ലാവരും ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് വാങ്ങാനായിട്ട് പോകും. അപ്പൊ ഈ ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന് എന്ത് സംഭവിക്കും? ആരും മേടിക്കുന്നില്ല. ആരും മേടിക്കാത്ത ഈ ലോ ഇൻട്രസ്റ്റിംഗ് ബോണ്ടിനെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ്, ഈ ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ പ്രൈസ് അങ്ങ് കുറയ്ക്കും. ഈ ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ പ്രൈസ് ഗവൺമെന്റ് കുറയ്ക്കും. അപ്പൊ നോക്കിക്കേ, ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് മാർക്കറ്റിൽ ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ പ്രൈസിന്, ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ പ്രൈസ് കുറഞ്ഞു. അപ്പൊ ഇവര് തമ്മിൽ ഉള്ള കണക്ഷൻ നോക്കി, ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയി, അപ്പോൾ ഈ പ്രൈസ് ഓഫ് ലോ ഇൻട്രസ്റ്റ് ബോണ്ടിന് എന്ത് സംഭവിച്ചു? ഡിക്രീസ്, അത് കുറഞ്ഞു. എന്തിനാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്തത്? കാരണം നമ്മൾ പഴയ ബോണ്ടിനെ ഒന്നും കോമ്പറ്റേറ്റീവ് ആക്കി മാറ്റണ്ടേ, ഇല്ലെങ്കിൽ അത് ആരും വാങ്ങാണ്ട് അവിടെ കിടക്കും, അല്ലെ? അപ്പൊ അതിനെ കൂടെ ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ട്, ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഗവൺമെന്റ് ചെയ്യുകയാണ് പ്രൈസ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, പ്രൈസ് കുറഞ്ഞാലെങ്കിലും ഒന്ന് ഡിമാൻഡ് തന്നെ ഒന്ന് കൂട്ടിയെടുക്കാം എന്നുള്ള ഒരു രീതിയാണ് ഗവൺമെന്റ് ഇവിടെ നോക്കുന്നത്. സോ അത് തന്നെയാണ് ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അതിന്റെ പ്രൈസ് എങ്കിലും ഒന്ന് കുറച്ചിട്ട് ആൾക്കാരോട് പറയാണ്, ഇത് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും ഒന്ന് വന്ന് വാങ്ങിക്കൂ എന്ന് ആൾക്കാരോട് ഗവൺമെന്റ് പറയാണ്. So this is why there exists a negative or inverse relationship between interest rates and bond prices. Okay. ഇനി ഇപ്പൊ നമ്മൾ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ കർവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ് എന്നുള്ള സെനാരിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുമ്പോൾ എന്ത് പറ്റുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ ബോണ്ടിന്റെ പ്രൈസ് ലോ ആയിട്ട് വരും. ഓക്കെ, ബോണ്ടിന്റെ പ്രൈസ് ലോ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ബോണ്ടിന്റെ പ്രൈസ് ലോ ആയി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുന്നു. സോ ജസ്റ്റ് നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുന്ന സമയം, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ വിചാരിക്കണം, ഓക്കെ ബോണ്ട് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുകയാണ്, അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ കുറേ പൈസ ക്യാഷ് ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ, എൻ്റെ പോക്കറ്റിൽ മാത്രം ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എനിക്ക് വലിയൊരു ലോസ് ആണ് അവിടെ വരുന്നത്. എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നെക്സ്റ്റ് ബെസ്റ്റ് alternative foregone നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. അപ്പൊ എനിക്കിവിടെ 2 ഓൾട്ടർനേറ്റീവ് ആണ് ഉള്ളത്. ഒന്നുകിൽ എൻ്റെ പോക്കറ്റിൽ പൈസ നിറച്ചിട്ടുകൊണ്ട് നടക്കാം, അതല്ലെങ്കിൽ പോയി ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ട് മേടിക്കാം. അപ്പൊ ഇവിടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ ഞാൻ ബോണ്ടിൽ വാങ്ങിക്കുന്ന അവസ്ഥയാണെങ്കിൽ എനിക്ക് കുറേ പൈസ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ വിചാരിക്കാൻ, അയ്യോ എൻ്റെ പോക്കറ്റിൽ ഇനി നിറയെ കാശ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് കുറച്ച് മാത്രം നമുക്ക് പോക്കറ്റിൽ ഇട്ടേക്കാം, ബാക്കി എന്ത് ചെയ്യാം? ബോണ്ട് മേടിക്കാം. സോ ഐ വിൽ ബൈ മോർ ബോണ്ട്സ്. അപ്പൊ ഇതാണ് നമുക്ക് Q1 കാണിക്കുന്നത്. ഈ ഒരു Q1 പൊസിഷൻ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് R1 എന്നുള്ള ഹൈ പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മള് കുറച്ച് പൈസ മാത്രം പോക്കറ്റിൽ ഇട്ടിട്ട് ബാക്കി എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ബോണ്ട് മേടിക്കും.
ഇനി R2 എന്നുള്ള ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിൽക്കുന്നതാണെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ഓക്കെ, എന്തായാലും ഇപ്പൊ ബോണ്ട് മേടിച്ചിട്ടും വലുതായിട്ടൊന്നും നേടാനൊന്നും ഇല്ല, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ എന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ കുറവാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് മണി ഇൻ മൈ പോക്കറ്റ്. എന്റെ അത്യാവശ്യമെങ്കിലും നടക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്രയും പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കും. Q2 amount of money പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കും. People will be holding that much cash. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്പെക്കുലേറ്റീവ് മണി, ഡിമാൻഡ് ഫോർ മണിയെ മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടെ എംഫസൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ട്രാൻസാക്ഷണറി മോട്ടീവിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷനെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. പക്ഷേ സ്പെക്കുലേറ്റീവിലേക്ക് വരുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ഓഫ് മണി. കാരണം നമ്മുടെ പൈസ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും, ബോണ്ടില് നമ്മൾ നിക്ഷേപിക്കുകയാണ്. സോ വി കീപ് ഇറ്റ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. നമുക്കറിയാം ഇത് എപ്പോൾ വിറ്റാലും പൈസ കിട്ടും എന്ന് നമുക്കറിയാം. ഓക്കെ, സോ നമുക്ക് പൈസയുടെ ഒരു സ്റ്റോർ റൂം ആയിട്ട് നമ്മൾ ഈ ബോണ്ടിനെ നമ്മൾ കണക്കാക്കി നമ്മൾ ആ ഒരു സെൻസിലാണ് ഈ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് അറിയാം നമുക്ക് ഗെയിൻ കിട്ടും ഫ്യൂച്ചറിൽ. അതേപോലെ തന്നെ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഇറ്റ് ഇസ് എ ലോസ്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്ന അൺസെറ്റ് ആണ്, നമ്മളെ കയ്യിലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസും ആന്റിസിപ്പേഷൻസ് ഒക്കെ നടത്തിയിട്ട് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്തോ നാളെ മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കുന്നു. അതനുസരിച്ച് നമ്മൾ ഇന്ന് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ സ്പെക്കുലേറ്റീവ് മോട്ടീവിനെ L2 എന്നാണ് കെയ്ൻസ് വിളിച്ചത്. L2 ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ആണ് എടുക്കേണ്ടത്. ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എടുക്കുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ മോട്ടീവിനെ കൊണ്ടുവരണം, പ്രിക്കോഷണറി മോട്ടീവിനെ കൊണ്ടുവരണം, അതേപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവിനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവിനെ നമ്മൾ വിളിച്ചത് എന്താണ്? L2 അല്ലെ? അപ്പോ ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവിന്റെ സെയിം പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും LT ആൻഡ് LP ഇതിനെ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് L1 എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? L2. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ മണീനെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള LTയും LPയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള L1 കർവ്, അടുത്തത് നമ്മുടെ L2 കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നു, താഴെ ഡിമാൻഡ് ഫോർ മണി എടുക്കുന്നു. ഇവിടെ L1ഉം ഇവിടെ L2 ആണ് എടുക്കുന്നത്. L1 എന്ന് പറയുമ്പോൾ LP ആൻഡ് LT. ഇവിടെ L2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. അപ്പൊ നേരത്തെ ചെയ്തതിനെ ഒന്നും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. നേരത്തെ ആദ്യത്തെ കർവ് ആയിട്ടുള്ള ഇൻഇലാസ്റ്റിക് കർവും രണ്ടാമത്തെ കർവ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കർവും അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റ്. ഓരോ ഇൻട്രസ്റ്റ് റേറ്റിലും എന്താണ് മാറ്റം വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു കർവ് കിട്ടുന്നു. ആദ്യത്തെ L1 കർവ് ആൻഡ് ദിസ് ഇസ് L2 കർവ്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? മാർക്കറ്റ് ഡിമാൻഡ് ഫോർ മണി കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് കെയ്ൻസിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസാക്ഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവ് ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ കെയ്ൻസ് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ നമ്മൾ കെയ്ൻസിന്റെ തിയറി ഒക്കെ മനസ്സിലാക്കി, പക്ഷെ ഈ തിയറിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ 2 പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പൊ നോക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയ്ൻസ് പറഞ്ഞു ഈ L1 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി, പ്രിക്കോഷണറി മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് മണി, ഇത് രണ്ടും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണെന്നാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ വരില്ലല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ വരില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെയിൻ ആയിട്ടും വേറൊരാള് കെയ്ൻസിന്റെ തിയറിക്ക് ശേഷം ടോബിൻ എന്ന് പറയും, ജെയിംസ് ടോബിൻ. ഇദ്ദേഹം പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഡിമാൻഡ് ഫോർ മണി അവിടെ റെസ്പോണ്ട് ചെയ്യും. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ ഹൈ ആയിട്ട് ബാങ്ക് ഒക്കെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഡിക്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും കൂടെ കൊണ്ടുപോയി FDക്ക് ഇടും, ഈ FDയിലിടും, ബാങ്കിലിടും. എന്നിട്ട് പറയും ഓ ഇവിടെ കിടക്കട്ടെ കാരണം ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ.
അതുകൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് ഇടത്തില്ലേ. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മൾ അത് കുറയുമോ അതോ കൂടുമോ? ലോൺ എടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചേ ലോൺ എടുക്കുള്ളൂ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയി ലോൺ എടുക്കും. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കത്തി കയറി നിൽക്കുകയാണെങ്കിൽ കത്തി കയറി ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുമ്പോൾ എന്തിനാ പോയി ലോൺ എടുക്കുന്നത്? അത് നഷ്ടമാകത്തില്ലേ? സോ വി വിൽ നോട്ട് ഗോ ആൻഡ് ബോറോ മണി ഫ്രം ബാങ്ക്. അപ്പോൾ ഈ ടോബിന്റെ ഈ പോർട്ട്ഫോളിയോ തിയറിയിൽ ടോബിന്റെ തിയറിനെയാണ് പോർട്ട്ഫോളിയോ തിയറി അപ്രോച്ച് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ തിയറി അപ്രോച്ച് ടു ഡിമാൻഡ് ഓഫ് മണി എന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ടോബിൻ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അഗൈൻ ഇതൊരു ഷോർട്ട് റൺ സെനാറിയോയിലാണ് ടോബിൻ ഇങ്ങനെ പറഞ്ഞത്. ലോങ് റണ്ണിൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കെയ്ൻസ് പറഞ്ഞു ആൾക്കാർ ഒന്നുകിൽ ബോണ്ടിൽ അല്ലെങ്കിൽ കാശ് മണിയായിട്ട് കയ്യിൽ വെക്കും. അങ്ങനെയുള്ളൊരു ടെൻഡൻസിയിലാണ് കെയ്ൻസ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് പറഞ്ഞു വന്നപ്പോൾ അതിൽ എന്തൊക്കെയോ ചാഞ്ചാട്ടം ഉള്ള പോലെ നമുക്ക് തോന്നിയല്ലേ. ഈ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ആൾക്കാർ ഇങ്ങനെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കി, ആന്റിസിപ്പേഷൻസ് ഉണ്ടാക്കി, അതിന് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് ആൾക്കാർ പൈസ ആയിട്ട് വെക്കണോ ബോണ്ടായിട്ട് വെക്കണോ എന്നൊക്കെ തീരുമാനം എടുക്കുന്നതെന്നൊക്കെ കെയ്ൻസ് പറഞ്ഞു. പക്ഷെ ഇത് മാത്രമാണോ നമ്മൾ എത്രമാത്രം പൈസ നമ്മുടെ കയ്യിൽ ഇപ്പം വെക്കണം എന്ന് തീരുമാനം എടുക്കുന്നത്? വേറെ there are many other factors. അപ്പൊ ഈ അതർ ഫാക്ടേഴ്സിനെ കെയ്ൻസ് നെഗ്ലക്ട് ചെയ്തു. ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കെയ്ൻസ് അതിനൊന്നും കണക്കാക്കിയില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ആവശ്യങ്ങളാണ് അല്ലെ, ഓരോരുത്തരുടെ ഓരോ ആവശ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ചില പാരന്റ്സിന് മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് അവര് ചിലപ്പോൾ ലോൺ എടുക്കും. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കൂടിയിരുന്നാലും ദേ വിൽ ടേക്ക് ലോൺ. അവർക്ക് അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അവർക്ക് അപ്പോഴും പ്രാധാന്യം അവരുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ചിലർക്ക് സുഖമില്ലാണ്ടിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? സുഖമില്ലാണ്ടിരിക്കും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അവർ പോയിട്ട് വിചാരിക്കും ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരുന്നാലും ലോൺ എടുക്കാം, വേറെ നിവൃത്തിയില്ല, അങ്ങനെയും ചെയ്യും. അപ്പൊ ഇതൊന്നും കെയ്ൻസ് ഇവിടെ എടുത്തിട്ടേ ഇല്ല. സോ ദീസ് ആർ കൺസിഡേർഡ് as some limitations of Keynesian theory of liquidity preference. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ഡെഫിനറ്റ്ലി കെയ്ൻസിന്റെ വലിയൊരു തിയറിയെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. എസ്പെഷ്യലി മാക്രോ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ഇന്ന് നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോളിസിയാണ് നമ്മുടെ ഇക്കോണമിയിൽ എന്തോരം മണി സപ്ലൈ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ RBI നോക്കുമ്പോൾ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി നോക്കുമ്പോൾ അവിടുത്തെ മണി സപ്ലൈ കൂടുതലാണോ എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള റെഗുലേഷൻസ് എടുത്തിട്ട് മണി സപ്ലൈ കുറയ്ക്കാം. ഇവർ ഈ റെഗുലേഷൻസ് എടുക്കുന്നത് ഡെഫിനറ്റ് ആയിട്ട് മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ RBI ആണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയിലും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് മാക്രോ ഇക്കണോമിക് തിയറിയുടെ വലിയൊരു ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി ആണ് ഈ കെയ്ൻസിന്റെ തിയറി. എന്നിരുന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈസ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തിയറിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് ഹാവിങ് എ ലോട്ട് മെനി അതർ ഇംപ്ലിക്കേഷൻസ് ആസ് വെൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കെയ്ൻസിന്റെ തിയറി ഡെഫിനറ്റ്ലി അത് ഒരുപാട് നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ബട്ട് അഗൈൻ ഈ ഒരു തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് ക്രിറ്റിസിസംസ്. ഓക്കെ, അപ്പോൾ ഈ തിയറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ ലേൺ എക്കണോമി ആപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ലൈവ് as well as റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, അതേപോലെ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. You can like, share and subscribe our channel for more such videos. Thank you.